ഭഗവതേ വാസുദേവായ. നിശേഷാത്മാനമേനം ഗുരുപവനപുരാധീശമേവാശ്രയാമ. ഗുരുവായൂരപ്പാ ശരണം. ഭഗവാനെ ഏഴാമത്തെ ദിവസം ഭജിക്കുകയാണ് ഭട്ടതിരിപ്പാട്. നോക്കി അങ്ങനെ ഭഗവാനെ നേരെ അങ്ങനെ നോക്കിയിരുന്നിട്ട് ഭഗവാനോട് പറയുകയാണ്. ഭഗവാൻ ഇങ്ങനെ കേൾക്കുകയാണ്. ഏവം ദേവചതുർദശാത്മക ജഗദ്രൂപേണ ജാത പുനഃ തസ്യോർധ്വം ഖലു സത്യലോകനിലയേ ജാതോസി ധാതാ സ്വയം യം ശംസന്തി ഹിരണ്യഗർഭമഖില ത്രൈലോക്യജീവാത്മകം യോ ഭൂൽസ്ഫീതരജോ വികാരവികസത് നാനാസ്യ സൃക്ഷാരസഃ. സൃഷ്ടി ആണ് വിഷയം. ഭഗവാൻ വിരാട് സ്വരൂപനായിട്ട് 14 ലോകത്തിൻ്റെയും അധിപൻ എന്ന് പറഞ്ഞാൽ 14 ലോകവും ഭഗവാന്റെ അവയവങ്ങളാണ്. കീഴോട്ട് 7 ഭാഗം, മുകളിലേക്ക് 6, 13, നടുഭാഗം ഭൂമി, പാതാളം, താഴേക്കുള്ള 7 ലോകങ്ങൾ, മുകളിലേക്കുള്ള 6 ലോകങ്ങൾ സ്വർഗം, നടുഭാഗം അതാണ് ഭൂമി. ഇങ്ങനെ 14 ലോകം സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ വിരാട് സ്വരൂപനായിട്ടുള്ള ഭഗവാന്റെ 14 ലോകങ്ങളും ഭഗവാന്റെ അവയവങ്ങളായിട്ട്. പാതാളം മുതൽ അങ്ങനെ തുടങ്ങി കഴിഞ്ഞ ദശകത്തിൽ കണ്ടു. പാതാളമീശതവ പാദതലം വദന്തി എന്ന് പറഞ്ഞിട്ട് ഈ 14 ലോകങ്ങളും കഴിഞ്ഞു. ഇനി അതിൻ്റെ മുകളിലായിട്ട് ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. ബ്രഹ്മലോകത്തിൽ, സത്യലോകത്തിൽ ബ്രഹ്മാവ് ജാതോസി ധാതാ സ്വയം തസ്യോർധ്വം ഖലു സത്യലോകനിലയേ ജാതോസി ധാതാ സ്വയം. ഭഗവാൻ അവിടെ പ്രത്യക്ഷപ്പെടുകയാണ്. ഭഗവാൻ ഉണ്ടായി. ശരിക്കും ആദി കാരണമൂർത്തിയാണ് ഭഗവാൻ, എല്ലാത്തിനും കാരണമാണ്. ആ ഭഗവാൻ സത്യലോകത്തിൽ ബ്രഹ്മാവിൻ്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെടുകയാണ്. ആ സമയത്ത് സൃഷ്ടിയാണല്ലോ ബ്രഹ്മാവിൻ്റെ ജോലി. അപ്പോൾ സൃഷ്ടിക്കണമെങ്കിൽ രജോഗുണം വർദ്ധിക്കണം. രജോഗുണം വർദ്ധിക്കുമ്പോഴാണ് സൃഷ്ടി മുതലായുള്ള കർമ്മവാസന ഉണ്ടാവുന്നത്. അപ്പോൾ സൃഷ്ടിക്കാനുള്ള ആഗ്രഹം ഉണ്ടാവാൻ കാരണം എന്താണ്? ബ്രഹ്മദേവൻ്റെ രൂപത്തിലുള്ള ഭഗവാനെ സൃഷ്ടിക്കണം എന്നുള്ളൊരാഗ്രഹം ഉണ്ടായി. ആ ആഗ്രഹം ഉണ്ടാവാനുള്ള കാരണം രജോഗുണം വർദ്ധിക്കുമ്പോഴാണ്. മുമ്പത്തെ ദശകത്തിൽ കണ്ടു, എല്ലാം സമാവസ്ഥയിലാവുമ്പോൾ, സത്യരജസ്തമോ ഗുണങ്ങൾ സമാവസ്ഥയിലാവുമ്പോൾ ഒന്നുമില്ലാന്ന്. അപ്പോൾ ഇവിടെ സൃഷ്ടിക്ക് കാരണമാവാൻ, സൃഷ്ടിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവാൻ കാരണം എന്താ? രജോഗുണം വർദ്ധിച്ചു. അപ്പോൾ ഭഗവാന്, ബ്രഹ്മദേവന് രജോഗുണം വർദ്ധിച്ച് സൃഷ്ടിക്കാനുള്ള ആഗ്രഹം ഉണ്ടായി. ഇങ്ങനെ സൃഷ്ടിക്രമമാണ്. അപ്പോൾ സൃഷ്ടിക്കണ്ടേ? അപ്പോൾ സൃഷ്ടിക്കാനൊരു കാരണം വേണ്ടേ? സൃഷ്ടിക്കാനൊരാൾ വേണ്ടേ? അപ്പോൾ ഇങ്ങനെ ഓരോന്നോരോന്ന് ബ്രഹ്മാവ് ആണ് സൃഷ്ടികർത്താവ്. പക്ഷേ ഈ ബ്രഹ്മാവിൻ്റെയും ബ്രഹ്മാവും കൺട്രോൾഡാണ്. അതിൻ്റെ അധിപൻ ബ്രഹ്മാവിന് മുകളിലാളുണ്ട്. അതാണ് സാക്ഷാൽ വിഷ്ണു ഭഗവാൻ, വിരാട് പുരുഷൻ. അപ്പോൾ ഈ വിരാട് പുരുഷൻ്റെ ഇച്ഛയ്ക്കനുസരിച്ചിട്ടാണ് ഇതെല്ലാം നടക്കുന്നത്. അപ്പോൾ ബ്രഹ്മാവ് സൃഷ്ടി നടത്തുവാനുള്ള ആഗ്രഹം ബ്രഹ്മാവിൻ്റെ മനസ്സിലുണ്ടാവുന്നു. അതിന് കാരണം രജോഗുണം വർദ്ധിച്ചതുകൊണ്ടാണ് എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. സോയം വിശ്വവിസർഗ ദത്തഹൃദയ സംപശ്യമാനസ്വയം ബോധം കൽവനവാപ്യ വിശ്വവിഷയം ചിന്താകുലസ്തസ്തിവാൻ താവൽത്വം ജഗതാംബതേ തപതപേത്യവം ഹി വൈഹായസീം വാണീം ഏനമശിശ്രവശ്രുതിസുഖാം കുഹ്വം തവ പ്രേരണാം. ഗുരുവായൂരപ്പ, സൃഷ്ടിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായി. പക്ഷേ ഒന്നും അറിയില്ല. താൻ ആരാണ്? എനിക്കൊന്നും അറിയില്ലല്ലോ ഈശ്വര. സൃഷ്ടിക്കാനുള്ള മോഹമുണ്ട്. ഇതിൻ്റെ ഒരു വിവരം വേണ്ടേ? എല്ലാറ്റിനും ഇപ്പോൾ പഠിച്ചാൽ ഒരു ജോലി ചെയ്യാൻ ഉള്ള പഠിപ്പാണ് ജോലി ചെയ്യാനുള്ള അറിവുണ്ടാക്കി തരുന്നത്. ഇപ്പോൾ ടീച്ചറാവണം, അധ്യാപകനാവുന്നു, അതിന് പഠിച്ചു, പിന്നെ അപ്പോൾ അറിവുണ്ടായി, പിന്നെ പഠിപ്പിക്കുന്നു. അപ്പോൾ അതുപോലെ ഒന്നും അറിയാത്ത ഞാൻ എങ്ങനെ സൃഷ്ടിക്കും എന്നിങ്ങനെ വിചാരിച്ച് വിഷമിച്ചിരിക്കുകയായിരുന്നു ബ്രഹ്മാവ്. ബ്രഹ്മാവുണ്ടായി എന്ന് പറഞ്ഞു. ബ്രഹ്മാവിന് ജോലി
എന്താണ് ചെയ്യേണ്ടതെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ഒന്നും അറിയില്ലല്ലോ എന്നിങ്ങനെ വിചാരിച്ച് വിഷമിച്ചിരിക്കുമ്പോൾ വാണീമേനമശിശ്രവ, ഒരു അശരീരി വാക്ക് ഇങ്ങനെ കേൾക്കാനിടയായി ബ്രഹ്മാവ്. എന്താണ് ആ വാക്ക്? ത്വം ജഗതാംബതേ തപതപേത്യവം ഹി വൈഹായസീം വാണിം ഏനമശിശ്രവ, തപസ് ചെയ്യൂ എന്ന് ഭഗവാന്റെ തന്നെ വാക്കാണ്. അതങ്ങനെ കേൾക്കാനിടയായി ബ്രഹ്മാവ്. തപസ് ചെയ്യാൻ ഉള്ളൊരു പ്രേരണ. അപ്പം മനസ്സിലായി, ഈ തപസ് ചെയ്താൽ എനിക്കെന്ത് സാധിക്കും? സൃഷ്ടിക്ക് സാധിക്കും. അപ്പോൾ തപസ് ചെയ്യട്ടെ, ഈ അശരീരിയെ അശരീരിയിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നു, എനിക്ക് അറിവുണ്ടാവാൻ തപസ് ചെയ്യണമെന്ന്. കോസൗ മാമവദൽ പുമാനിതി ജലാപൂർണേ ജഗന്മണ്ഡലേ ദിക്ഷുദ്വീക്ഷ്യ കിമപ്യനീക്ഷിതവതാ വാക്യാർത്ഥമുൽപശ്യത ദിവ്യം വരുഷസഹസ്രമാത്തതപസാ തേന ത്വമാരാധിത തസ്മൈ ദർശിതവാനസി സ്വനിലയം വൈകുണ്ഠമേകാത്ഭുതം. എന്താ വേണ്ടത് എന്നറിയാതെ ചുറ്റും ജലത്തിൽ വെള്ളം നിറഞ്ഞ ലോകങ്ങൾക്കകത്ത് എല്ലാ ദിക്കുകളിലും നോക്കിയിട്ട് ഒന്നും കാണില്ല, ചുറ്റും ജലം മാത്രം. ഈ വാക്ക് കേട്ടപ്പോൾ അതിൻ്റെ അർത്ഥം മനസ്സിലായി. തപസ് ചെയ്യാനല്ലേ പറഞ്ഞത്. അങ്ങനെ ദിവ്യം വരുഷ സഹസ്രമാസ്തപസാ, ഭഗവാൻ അങ്ങനെ 1000 ദിവ്യസംവത്സരം കാലം തപസ് ചെയ്തു. അങ്ങനെ സേവിക്കും, സന്തോഷമായിട്ട് ഭഗവാൻ അങ്ങനെ സേവിച്ചപ്പോൾ തേന ത്വമാരാധിത തസ്മൈ ദർശിതവാനസി സ്വനിലയം വൈകുണ്ഠമേകാത്ഭുതം. ഭഗവാൻ അങ്ങോട്ട് കാണിച്ചു കൊടുത്തു ആ ദിവ്യമായിട്ടുള്ള തൻ്റെ വൈകുണ്ഠലോകം ഭഗവാൻ ബ്രഹ്മദേവന് കാണിച്ചു കൊടുത്തു. അതല്ലേ കാണേണ്ടത്. മായായത്ര കദാപി നോ വിഗുരുതേ ഭാതേ ജഗദ്ഭ്യോ ബഹി ശോകക്രോധവിമോഹസാധ്വസമുഖാഭാവാസ്തു ദൂരം ഗതാഃ സാന്ദ്രാനന്ദധരീത യത്ര പരമജ്യോതിപ്രകാശാത്മകേ തത്തേ ധാമ വിഭാവിതം വിജയതേ വൈകുണ്ഠരൂപം വിഭോ. അതങ്ങോട്ട് കണ്ടു ബ്രഹ്മാവ് ആ വൈകുണ്ഠലോകം. അത് കണ്ട് ബ്രഹ്മാവ് കണ്ട ലോകം ശരിക്കും വട്ടതിരിപ്പാടും അങ്ങോട്ട് കണ്ടു മനസ്സിൽ ശരിക്കും അങ്ങനെ കണ്ടു. എന്നിട്ട് പറയുക, ഗുരുവായൂരപ്പാ അവിടുത്തെ ആ വാസസ്ഥലമുണ്ടല്ലോ ഈ വൈകുണ്ഠം, അത് വിജയിക്കട്ടെ ഗുരുവായൂരപ്പാ. എന്തൊരു അനുഭവമാണ്. അതങ്ങോട്ട് കണ്ടപ്പോൾ തന്നെ അങ്ങനെ ബ്രഹ്മാവിനുണ്ടായ അതേ അനുഭവം വട്ടതിരിപ്പാടിനുണ്ടായി. അവിടെ എന്താ സ്ഥിതി? മായായത്ര ഗദാപി നോ വിഗുരുതേ. അവിടെ ഈ മായയുടെ ലെവലേശമില്ല. ഈ ലോകങ്ങളുടെ എല്ലാം പുറത്തു വിളങ്ങുന്ന മായ ഒരിക്കലും ഭേദബോധം ജനിപ്പിക്കുന്നില്ല. അവിടെ ദുഃഖമില്ല, കോപമില്ല, മൗഢ്യം, ഭയം, ഈ മനോഭാവങ്ങളൊന്നുമില്ല. പിന്നെ മഹത്തായുള്ള തേജപ്രകാശമുണ്ട്, പരമാനന്ദ പ്രവാഹമുണ്ട്. ആ പരമാനന്ദമാണ് അവിടെ. അങ്ങോട്ട് ആ ദിവ്യമായ ആ പ്രദേശം, അവിടെ യാതൊരു ദുഃഖവുമില്ല, ഒരു വികാരവുമില്ല, ആനന്ദം മാത്രമേ ഉള്ളൂ. ആനന്ദം ഇങ്ങനെ ഒഴുകുകയാണ്. ആ ദിവ്യമായ വാസസ്ഥാനം അങ്ങനെ കണ്ട് ആനന്ദം കൊണ്ട് അങ്ങനെ തുള്ളിച്ചാടണം എന്ന് തോന്നുകയാണ് ബ്രഹ്മാവിനുണ്ടായ അതേ അനുഭവം, ബ്രഹ്മാവ് കണ്ട അതേ വൈകുണ്ഠം വട്ടതിരിപ്പാട് നേരെയാണ് കാണാൻ, നേരിൽ കണ്ടു. യസ്മിന്നാമ ചതുർഭുജാ ഹരിമണിശ്യാമാവതാദത്യുഷോ നാനാഭൂഷണരത്നദീപിതദിശോ രാജദ്വിമാനാലയാ ഭക്തിപ്രാപ്ത തഥാവിധോന്നതപദാ ദിവ്യന്തി ദിവ്യാജനാസ്തേ ധാമനിരസ്ത സർവശമലം വൈകുണ്ഠരൂപം ജയേൽ. ഗുരുവായൂരപ്പാ, എല്ലാ വിധത്തിലുള്ള മാലിന്യങ്ങളെയും ഇല്ലാതാക്കുന്ന ആ വൈകുണ്ഠലോകം, ദിവ്യജ്യോതിപ്രകാശം അത് ജയിക്കട്ടെ, വിജയിച്ചരുളട്ടെ. ആ വൈകുണ്ഠത്തിന് എത്ര വർണ്ണിച്ചിട്ട് മതിയാവുന്നില്ല.
അവിടെ ഇങ്ങനെ കാണുകയാണ്. യസ്മിൻ നാമ ചതുർഭുജ ഹരിമണി ശ്യാമാവതാദത്യുഷോ നാനാഭൂഷണരത്നദീപിതദിശോ രാജദ്വിമാനാലയ. ചതുർഭുജാകാരന്മാരായിട്ടുള്ള ആൾക്കാർ വിമാനത്തിൽ അങ്ങനെ സഞ്ചരിക്കുന്നു. എന്താണ് അവിടുത്തെ ഒരു സന്തോഷം! ഭക്തിപ്രാപ്തഥാവിധോന്നതവദാ. ആ ഭക്തി കൊണ്ട് ഇത്ര ഉയരത്തിലെത്താൻ സാധിക്കും എന്നങ്ങനെ കാണിച്ചു തരികയാണ്. ഇത്ര ഉയരത്തിലും എത്തുവാൻ ഭക്തി കൊണ്ട് സാധിക്കും. അതാണ് അവിടുത്തെ ആ ഒരു പ്രത്യേകത. ആ സ്ഥലം ജയിക്കട്ടെ. ആ വൈകുണ്ഠം എല്ലാവിധത്തിലുള്ള മാലിന്യങ്ങളെയും ഇല്ലാതാക്കുന്ന ഗുരുവായൂരപ്പാ, അവിടുത്തെ ആ ദിവ്യമായിട്ടുള്ള വൈകുണ്ഠലോകം വിജയിച്ചരുളുമാറാകട്ടെ എന്നിങ്ങനെ ബ്രഹ്മാവ് കണ്ട വൈകുണ്ഠത്തെ വർണ്ണിക്കുകയാണ് ഭട്ടതിരിപ്പാട്. നാനാ ദിവ്യമധൂജനൈരഭിവൃതാ വിദ്യുല്ലതാതുല്യയാ വിശ്വോന്മാദനഹൃദ്യഗാത്രലതയാ വിദ്യോദിതാ ശാന്തരാ ത്വൽപാദാംബുജസൗരഭൈകകുതുകാ ലക്ഷ്മീ സ്വയം ലക്ഷ്യത്തെ യസ്മിൻ വിസ്മയനീയ ദിവ്യവിഭവം തത്തേ പദം ദേഹി മേ. ഇന്ദിരയുടെ ആ ലോകം വൈകുണ്ഠം എനിക്ക് നൽകണമേ. എനിക്ക് കൊതിയാവുന്നു ഭഗവാനെ. ആ ദിവ്യമായ വൈകുണ്ഠരൂപം എനിക്കിങ്ങനെ എപ്പോഴും കാണാറാവണം, അനുഭവിക്കാറാവണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതിൻ്റെ വിശേഷത വാക്കുകളെ കൊണ്ട് വർണ്ണിക്കാനാവുന്നില്ല. എങ്കിലും ഭട്ടതിരിപ്പാടാവുന്ന വിധത്തിൽ ഭഗവാന്റെ വൈകുണ്ഠലോകം അങ്ങനെ വർണ്ണിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ അവിടെ ആ മഹാലക്ഷ്മിയുടെ പ്രത്യേകത അങ്ങനെ കാണാണ്. മഹാലക്ഷ്മി വാസ്തവത്തിൽ ഒരു ദിക്കിലും നിൽക്കില്ല എന്നാണ് പറയുന്നത്. ലക്ഷ്മീ സ്ഥാവക രാമണീയ ഗതൈവേയംബരേഷു അസ്ഥിരത്യസ്മിൻ അന്യത വിപ്രമാണമധുനാ വക്ഷ്യാമി ലക്ഷ്മീപതേ എന്നൊക്കെ ഭട്ടതിരിപ്പാട് പറയാണ്. അസ്ഥിര ഒരു ദിക്കിലും നിൽക്കില്ല. പക്ഷേ ഈ ഭഗവാന്റെ സാന്നിധ്യമുള്ള ഈ വൈകുണ്ഠത്തിൽ ലക്ഷ്മീദേവി ലക്ഷ്മീ സ്വയം ലക്ഷ്യത്തെ ത്വൽപാദാംബുജ സൗരഭൈകകുതുക. ഭഗവാന്റെ പാതാരവിന്ദത്തിൽ സേവിക്കണം. അതിൻ്റെ ആ സൗരഭ്യം, പാതാരവിന്ദം, താമരപ്പൂ പോലെയുള്ള ഭഗവാന്റെ ആ കാലുകൾ, മനോഹരമായ പാതാരവിന്ദ സേവയിൽ മുഴുകിയിരിക്കണം. എനിക്ക് എവിടേക്കും പോകാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ടാണോ അറിയില്ല. എപ്പോഴും ലക്ഷ്മി സാന്നിധ്യം അവിടെയുണ്ട്. അവിടെ ഐശ്വര്യ സമൃദ്ധമാണ് വൈകുണ്ഠരൂപം. അങ്ങനെയുള്ള ആ വൈകുണ്ഠം ജയിക്കട്ടെ. ഗുരുവായൂരപ്പാ, അതെനിക്കെന്നും കാണാറാവണമേ. കണ്ടിട്ടുണ്ട് ഇപ്പം മനസ്സിൽ. ഇനി ഈ രജസ്തമോ ഗുണങ്ങൾ വാസ്തവത്തിൽ നമ്മളെ ഒന്നിനും സമ്മതിക്കില്ല എന്നാണ് പറഞ്ഞത്. രജസ്തമോ ഗുണങ്ങൾ, സത്വഗുണത്തിൽ ആധിക്യം കൊണ്ട് നമുക്ക് ഭഗവാനെ സേവിച്ചിരിക്കാനൊക്കെ സാധിക്കും. പക്ഷേ ഈ മറ്റു ഗുണങ്ങൾ പിടിച്ചു വലിക്കുന്നതാണ് പറഞ്ഞത്. അതുപോലെ എനിക്ക് എപ്പോഴും ഈ രൂപം എനിക്ക് കാണാൻ സാധിക്കണമേ. ഇപ്പോൾ കാണുന്നുണ്ട്, ഇനി പിടിച്ചു വലിക്കും എന്നാണ്. നമ്മളെ ഇന്ദ്രിയങ്ങൾ പിടിച്ചു വലിക്കും. ഭഗവാനെ എനിക്ക് എന്നും മനോഹരമായ ദിവ്യമായ ഇവിടുത്തെ ഈ തേജസ്സുള്ള ലക്ഷ്മീദേവിയുടെ സാന്നിധ്യമുള്ള അനേകം നാനാദിവ്യവധൂജനൈഹി അനേകം ദിവ്യസ്ത്രീകൾ ചുറ്റും നിന്ന് സേവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഭഗവാനെ. അങ്ങനെയുള്ള മനോഹരമായ ആ വൈകുണ്ഠം എനിക്കെപ്പോഴും അനുഭവയോഗ്യമാക്കണമേ എന്ന് പറയുന്നു. തത്രൈവം പ്രതിദർശിതേ നിജപദേ രത്നാസനാധ്യാസിതം ഭാസ്വൽ കോടിലസൽ കിരീട കടകാദ്യാകൽപ്പതി പ്രാകൃതി ശ്രീവത്സാങ്കിതമാത്ത കൗസ്തുഭമണിഛായാരുണം കാരണം വിശ്വേഷാം തവ രൂപം ഐക്ഷതവിധി തത്തേ വിഭോ ഭാതുമേ. ഇന്ദിരവടിയുടെ ആ രൂപം അങ്ങനെ ഇതിനു മുമ്പ് വർണ്ണിച്ചിട്ടുണ്ട്. സൂര്യസ്പർദ്ധികിരീടം ഊർധ്വതിലക പ്രോത്ഭാസി ബാലാന്തരം കാരുണ്യാകുലനേത്രമാർദ്രഹസിതോല്ലാസം സുനാസാപുടം എന്നൊക്കെ അങ്ങനെ വർണ്ണിച്ചിട്ടുണ്ട്. ആ രൂപം തന്നെ ആ മനോഹരമായ ചതുർഭുജാകാരനായിട്ട് നിൽക്കുന്ന ആ ശ്രീ ഗുരുവായൂരപ്പനെ അങ്ങനെ കണ്ടു. ഇവിടെ കാണുന്നുണ്ട്, നേരിട്ട് വിഗ്രഹത്തിൽ കാണുന്നുണ്ട്. ആ രൂപം തന്നെ മനസ്സിലിങ്ങനെ കണ്ടു വർണ്ണിക്കുകയാണല്ലോ. അപ്പോൾ ആ വൈകുണ്ഠ രൂപം, ആ ചതുർഭുജാകാരനായിട്ടുള്ള ഭഗവാന്റെ രൂപം
4 കൈകൾ ശംഖും ചക്രം ഗദാ പങ്കജമിതി വിലസും 4 തൃക്കൈകളോടും സങ്കീർണ ശ്യാമവർണം വപു. അതങ്ങനെ കണ്ടു. അവിടെ ആ വൈകുണ്ഠത്തിൽ ഭഗവാന്റെ രൂപം കണ്ടു, വൈകുണ്ഠം കണ്ടു, ഭഗവാനെ കണ്ടു. പിന്നെ അതെങ്ങനെയാണ് ഒന്നുകൂടി അങ്ങനെ വർണ്ണിക്കുക. കാളാംഭോജകളായ കോമളരുചി ചക്രേണ ചക്രം ദിശാം ആവൃണ്വാനമുദാരമന്ദഹസിതസ്യന്തപ്രസന്നാനനം രാജൽക്കമ്പുഗദാരി പങ്കജധര ശ്രീമൽഭുജാമണ്ഡലം സ്രഷ്ടുസ്തുഷ്ടികരം വപുസ്തവ വിഭോ മദ്രോഗമുദ്വാസയിൽ കായാംബൂവർണ്ണനാം. അങ്ങനെ കയാമ്പൂവർണ്ണം മേഘശ്യാമള കോമളനായിട്ടുള്ള ആ ഭഗവാന്റെ ആ രൂപം അങ്ങനെ കണ്ടു. അവിടെ അങ്ങനെ നീലപ്രഭയാണ് ഒന്നായിട്ട് അങ്ങനെ മറയ്ക്കപ്പെട്ടിരിക്കുകയാണ്. അവിടെ മുഴുവൻ ഇങ്ങനെ വ്യാപിച്ചിരിക്കുകയാണ് ആ നീലമേഘ കോടക്കാർ കൊമ്പു കുത്തുന്ന കോമള തിരുമേനിയിൽ മഴവില്ലുതൊഴും മട്ടിൽ മഞ്ഞ പൂഞ്ചേല ചാർത്തിയോൻ. ആ ഭഗവാൻ അങ്ങനെ കണ്ടു, ആ രൂപം അങ്ങനെ കണ്ടു. സൃഷ്ടുസ്തുഷ്ടികരം. ഗുരുവായൂരപ്പാ, ബ്രഹ്മാവിന് എന്തൊരു സന്തോഷം ഉണ്ടായത് നിശ്ചല്യ. ബ്രഹ്മാവിന് ഏറ്റവും സന്തോഷം ഈ രൂപം അങ്ങനെ കണ്ടപ്പോൾ ഉണ്ടായി. ആ ഒരു സന്തോഷം ഏത് രൂപത്തിലാണോ ബ്രഹ്മാവ് സന്തോഷിച്ചത്, എങ്ങനെയാണോ ഭഗവാൻ ബ്രഹ്മാവിനെ സന്തോഷിപ്പിച്ചത്, ആ രൂപം ഉണ്ടല്ലോ, ആ മനോഹരമായ ആ രൂപം അതെനിക്കും കാണണം. എൻ്റെ രോഗത്തെ ഇല്ലാതാക്കി തരണമേ. 7 ദിവസമായി, ഇന്ന് 7-ാം ദിവസമാണ്. രോഗത്തിന് ശമനമൊന്നും കാണുന്നില്ലല്ലോ ഭഗവാനെ. സേവിക്കണം എന്ന് വിചാരം മാത്രമേ ഉള്ളൂ. അത് ആഗ്രഹം കൊണ്ടാണ് ഇത്രയും നടന്നു പോയത്. എനിക്ക് ആ രൂപം എപ്പോഴും ഭഗവാനെ ഭജിക്കാനുള്ള ആരോഗ്യം ഉണ്ടാക്കിത്തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൃഷ്ട്വാ സംഭൃത സംഭ്രമ കമലഭൂത്വൽപാദപാഥോരുഹേ ഹർഷാവേശവശം വദോ നിപതിത പ്രീത്യാ കൃതാർത്ഥീ ഭവൻ ജാനാസ്യേവ മനീഷിതം തവ വിഭോ ജ്ഞാനം ദദാപാദയ ദ്വൈതാദ്വൈതഭവൽസ്വരൂപപരമിത്യാചഷ്ടതം ത്വാം ഭജേ. ഗുരുവായൂരപ്പാ, ബ്രഹ്മാവ് പറയുകയാണ്. ആദ്യം ഭഗവാനായിട്ട് കണ്ടപ്പോൾ സന്തോഷമായി. എന്തൊക്കെ പരിഭ്രമത്തോടുകൂടി ഭഗവാന്റെ പാതാരവിന്ദത്തിൽ വീണങ്ങോട്ട് നമസ്കരിച്ചു. ഹർഷാവേശവശം വദോ നിപതിത പ്രീത്യാകൃതാർത്ഥീ ഭവൻ. കൃതാർത്ഥനായി, താൻ തപസ് ചെയ്തു, അതിൻ്റെ ഫലം കിട്ടിയതിലുള്ള കൃതാർത്ഥത. ഭഗവാനെ, ജാനാസ്യേവ മനീഷിതം മമ വിഭോ. എൻ്റെ ആഗ്രഹം എന്താണെന്ന് ഭഗവാൻ അറിയാലോ. തപസ് ചെയ്തത് ഞാൻ എന്തിനാണ്? എനിക്ക് ഈ സൃഷ്ടിക്കുള്ള ശക്തി വേണം. സൃഷ്ടി എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. അതിനുവേണ്ടിയാണ് ഞാൻ തപസ് ചെയ്തതെന്ന് അങ്ങേക്കറിയാം ഭഗവാനെ. അതുകൊണ്ട് എനിക്കൊരാഗ്രഹം കൂടിയുണ്ട്. ഞാൻ ഈ സൃഷ്ടിക്കുമ്പോൾ എനിക്ക് കർമ്മബന്ധം ഉണ്ടാവും. ഇപ്പോൾ എൻ്റെ മക്കൾ എന്നുള്ള ആ ഒരു ഇത് വരില്ലേ, കർമ്മബന്ധം ഒക്കെ എൻ്റെ സൃഷ്ടി. അപ്പോൾ അവരുടെ വേദന, അപ്പോൾ എനിക്ക് വല്ലാതെ വിഷമം ഉണ്ടാവില്ല. അപ്പോൾ ആ യഥാർത്ഥ ജ്ഞാനം എനിക്കുണ്ടാക്കിത്തരണം, ശരിയായ ജ്ഞാനം എനിക്ക് ഉണ്ടാക്കിത്തരണം, അല്ലെങ്കിൽ എനിക്ക് സൃഷ്ടിക്കാൻ സാധിക്കില്ല. ബ്രഹ്മാവിൻ്റെ ഒരു പ്രാർത്ഥനയാണ്. ശരി, അത് ഭഗവാൻ അംഗീകരിച്ചു കൊടുക്കുകയാണ്. ആതാമ്രേ ചരണേ വിനമ്രമതം ഹസ്തേന ഹസ്തേ സ്പൃശൻ ബോധസ്തേ ഭവിതാ ന സർഗവിധിഭിർ ബന്ധോപി സഞ്ജായതേ ഇത്യാഭാഷ്യഗിരം പ്രതോഷ്യ നിതരാം തച്ചിത്തഗൂഢസ്വയം സൃഷ്ടൗ തം സമുദൈരയ സ ഭഗവൻ ഉല്ലാസയോല്ലാഹതാം. വഴിക്ക് പിടിച്ചങ്ങോട്ട് എഴുന്നേൽപ്പിച്ചു. സന്തോഷമായി. അങ്ങയുടെ ആഗ്രഹം സഫലമാവും എന്ന് ഭഗവാൻ ബ്രഹ്മാവിനോട് പറയുക. സൃഷ്ടിക്കുള്ള ശക്തി, കഴിവ്, അറിവ് ഒക്കെ അങ്ങേക്കുണ്ടാവും എന്ന് ഭഗവാന്റെ അനുഗ്രഹം കിട്ടിയപ്പോൾ ശരിക്കും ബ്രഹ്മാവിന് സന്തോഷമായില്ലോ. എനിക്ക് ചെയ്യാമല്ലോ, എൻ്റെ ഉദ്ദേശം സാധിക്കും. ഒരു കർമ്മം ചെയ്യണമെന്ന് മോഹമുണ്ട്, ചെയ്യാനോട് സാധിക്കുന്നില്ല എന്നുള്ളൊരവസ്ഥയായിരുന്നു. അത് മാറ്റി തീർത്തു.
ഭഗവാനെ. അങ്ങനെ ബ്രഹ്മാവിന് സന്തോഷം നൽകി കൃതാർത്ഥനാക്കിയ ഭഗവാൻ എന്തു ചെയ്തു? ആ ബ്രഹ്മാവിൻ്റെ മനസ്സിൽ ഒളിഞ്ഞിരുന്ന് ബ്രഹ്മാവിനെ സൃഷ്ടിക്ക് പ്രേരിപ്പിച്ചു എന്നാണ്. അപ്പോൾ ഈ ബ്രഹ്മാവിനെ ഭാഗവതത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഞാനാരും അല്ല കേട്ടോ. നാരദൻ്റെ ചോദ്യത്തിന് ഉത്തരം, ഞാൻ നീ പറഞ്ഞ മാതിരി ഒന്നുമല്ല, ഞാൻ ഈ സൃഷ്ടി നടത്തുന്നു എന്നല്ലാതെ ഇതെല്ലാം എനിക്ക് സാധിക്കുന്നത് ഭഗവാന്റെ കാരുണ്യം കൊണ്ടാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം സാക്ഷാൽ ഉടമസ്ഥൻ ഒരാളുണ്ട്, അത് ഭഗവാൻ മഹാവിഷ്ണു ഗുരുവായൂരപ്പനാണ്. അപ്പോൾ അദ്ദേഹം എന്നെക്കൊണ്ട് ആണ് ഈ സൃഷ്ടിയെല്ലാം ചെയ്യിപ്പിക്കുന്നത്. എൻ്റെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് എന്നെക്കൊണ്ട് പ്രേരിപ്പിക്കുക. എനിക്കും അതുതന്നെയാണ് പറയാനുള്ളത്. ഞാൻ ഈ നാരായണിയൊക്കെ പറയുന്നത് ഞാനല്ല ഇതൊന്നും പറയുന്നത്, എൻ്റെ ഉള്ളിലിരുന്നു കൊണ്ട് ഭഗവാൻ പ്രേരിപ്പിക്കുന്നതിനനുസരിച്ച് എന്തൊക്കെയോ പറയുകയാണ്. തെറ്റുകുറ്റങ്ങളെല്ലാം ഭഗവാൻ ക്ഷമിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. കായേന വാച മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.